ഇനി ഒരു സിംപ്ലി സപ്പോർട്ടഡ് പ്രോബ്ലം, ഒരു ഓവർഹാങ്ങിങ് പ്രോബ്ലം നോക്കാം. സിംപ്ലി സപ്പോർട്ടിൻ്റെ ഓവർഹാങ്ങിൻ്റെ പ്രശ്നം നമ്മൾ ഓൾറെഡി കണ്ടു. ഫിക്സഡ് ആകുമ്പോൾ ഒരു എൻഡ് ഫിക്സഡ് എന്ന് വെച്ചാൽ ആ റെഫറൻസ് എൻഡിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല, മൊമെൻറ്റും ഉണ്ടാവില്ല. സോ അവിടെ സ്ലോപ്പ് ഇല്ലാത്തതുകൊണ്ട് തീറ്റ വിൽ ബി 0. സോ റെഫറൻസ് ടാൻജൻറ്റ് വിൽ ബി പാസിങ് ത്രൂ ദ ഒറിജിനൽ ബീം ഇറ്റ് സെൽഫ്. സോ ഡിഫ്ലക്ഷൻ ഈക്വൽ ടു ഡീവിയേഷൻ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ കണ്ടു ഡിഫ്ലക്ഷൻ ഡീവിയേഷൻ രണ്ടായിരിക്കും. സോ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് സിംപ്ലി സപ്പോർട്ടിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് നമ്മൾ ഫിക്സഡ് ആക്കി എടുക്കുക. എന്നിട്ട് എവിടെയാണോ ഡീവിയേഷൻ വേണ്ടത്, ഡിഫ്ലക്ഷൻ വേണ്ടത്, ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് M/I ഡയഗ്രാം വരയ്ക്കുക. പിന്നെ ഫിക്സഡ് ബീം ചെയ്യുന്ന പോലെ തന്നെ അതുപോലെ തന്നെ മൊമെൻറ്റും ഏരിയയും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് വേണ്ടത് പോയിന്റ് സിയിലാണ് ലോഡിങ് വന്നിരിക്കുന്നത്. സിയിലെ അതായത് മിഡ് സ്പാൻഡിൽ ഒരു പോയിന്റ് ലോഡ് വന്നാൽ സിംപ്ലി സപ്പോർട്ട് ബീമിലെ മിഡ് സ്പാൻഡിൽ ഡിഫ്ലക്ഷൻ എത്ര, സ്ലോപ്പ് എത്ര, ഇതാണ് അറിയേണ്ടത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം യൂഷ്വലി പോലെ തന്നെ വരയ്ക്കുക. അതായത് ഇതൊരു ഫിക്സഡ് എൻഡാണ് അസ്യൂം ചെയ്യുക. അപ്പോൾ ഇവിടെ W വരുമ്പോൾ ഒബ്വിയസ്ലി ഈ റിയാക്ഷൻ എന്തായിരിക്കും, W/2. സോ W/2ൻ്റെ വക ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഉണ്ടാവും, അതാണ് ഇത്. ഇനി ഡബ്ല്യുവിൻ്റെ വക ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഉണ്ടാവും, W/L/2, അതാണ് ഇത്. ഓക്കെ, ഇത് ഈ പോയിന്റ് ഫിക്സഡ് ആണ് അസ്യൂം ചെയ്തിട്ട് ഈ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇത് W ആണെങ്കിൽ W/2 റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഈ റിയാക്ഷനും ഈ ലോഡും ആണ് ഇപ്പോഴത്തെ പുതിയ നമ്മുടെ ആർബിട്രറി ഫിക്സഡ് അസ്യൂം ചെയ്ത ബീമിൻ്റെ ലോഡിങ്സ്. ആ ലോഡിങ് വെച്ചിട്ട് M/I ഡയഗ്രാം വരച്ചു. ദെൻ തീറ്റ at C with respect to the fixed end is equal to WL/4EI into L/2, that is area, plus half into L/2 into WL/4EI. that is ഈ പോയിന്റ് ഫിക്സഡ് എവിടെയാണോ നമ്മൾ റെഫറൻസ് എടുക്കുന്നത് ആ റെഫറൻസിന് അബൌട്ട് ആയിട്ടായിരിക്കണം നമ്മൾ എപ്പോഴും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഫിക്സഡ് എൻഡാണ് റെഫറൻസ്. സോ ഈ ഫിക്സഡ് എൻഡിൻ്റെ എബൌട്ടായിട്ട് സിക്കും ബിക്കും ഇടയ്ക്കുള്ള M/I ഡയഗ്രത്തിൻ്റെ സ്ലോപ്പ്, M/I ഡയഗ്രത്തിൻ്റെ ഏരിയ, അതായിരിക്കും സ്ലോപ്പ്. അപ്പോൾ ഈ ഓറഞ്ച് കളർ ഷെയ്ഡ് പോർഷനാണ് നമ്മുടെ റീജിയൻ അണ്ടർ കൺസിഡറേഷൻ. ഈ റീജിയൻ്റെ ഏരിയ എടുക്കുമ്പോൾ സ്ലോപ്പ് കിട്ടും. ഈ റീജിയൻ്റെ മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു സി എടുക്കുമ്പോൾ ഡിഫ്ലക്ഷനും കിട്ടും. അതാണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് തീറ്റ സി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഈ ഏരിയനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, റെക്റ്റാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. WL/4EI into L/2 പ്ലസ് ഹാഫ് ഇൻറ്റു L/2 into WL/4EI മൈനസ് ഹോഗിങ് മൊമെൻറ്റ് ഇൻ്റർസെക്ഷൻ half into L/2 into WL/2EI, that is equal to WL² / 16EI. Then deflection WL/4EI into L/2 into moment about C. So half of L/2 L/4 plus WL² / 16EI into 1/3 of L/2, that is L/6 minus WL² / 8EI into L/6, that is equal to WL³ / 48EI. And we will consider an overhanging problem in which the beam ABC have an overhang BC. C in the point ഞാൻ 60 kN ഫ്രീ എൻഡിൽ അപ്ലൈ ചെയ്തു. A to B 10 meter, B to C 5 meter. സോ ABC എന്ന് പറഞ്ഞ ഓവർഹാങ് ബീം ലോഡ് ചെയ്താൽ കിട്ടുന്ന ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ഇതാണ്. എനിക്ക് വേണ്ടുന്നത് C എന്ന പോയിന്റിലെ ഡിഫ്ലക്ഷനും സ്ലോപ്പുമാണ്. സോ ഞാൻ എൻ്റെ റെഫറൻസ് പോയിന്റ് എടുക്കുന്നത് A ആണ്. A ഞാൻ ഫിക്സഡ് ആക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ റിയാക്ഷൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, റിയാക്ഷൻ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യൂഷ്വലി ഇവിടെ എബൌട്ട് ദിസ് പോയിന്റ് മൊമെൻറ്റ് എടുക്കുക 0 എന്ന് കിട്ടും. സോ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത് കുഴപ്പമില്ല. ഞാൻ റിയാക്ഷൻ കണ്ടുപിടിച്ചു. A എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഫിക്സഡ് ആക്കി. ഈ ഒരു 60 kN ലോഡ് ഇവിടെ വരുമ്പോൾ ഒബ്വിയസ്ലി ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. ഞാൻ റെഫറൻസ് ടാൻജൻറ്റിലൂടെ ഒരു ടാൻജൻറ്റ് വരച്ചു. എൻ്റെ ഡിഫ്ലക്ഷൻ വേണ്ടുന്ന പോയിന്റ് അതായത് സിയിലൂടെ ഒരു ടാൻജൻറ്റ് വരച്ചു. ദിസ് ഇസ് ടാൻജൻറ്റ് ത്രൂ A and this is tangent through C. So before moving further we need to freshen up the three definitions, that is deflection, deviation and deflectance. ഒറിജിനൽ ബീമിൽ നിന്ന് ഡിഫോംഡ് ബീമിലോട്ടുള്ളത് ഡിഫ്ലക്ഷൻ, ഡിഫോംഡ് ബീമിൽ നിന്ന് ടാൻജൻറ്റിലോട്ടുള്ളത് ഡീവിയേഷൻ, ഇനി ടാൻജൻറ്റിൽ നിന്ന് ഒറിജിനൽ ബീമിലോട്ടുള്ളത് ഡിഫ്ലക്റ്റൻസ്. സോ നമ്മളുടെ ഈ ഡിഫോംഡ് ബീമിനകത്തിൽ ഇതാണ് നമ്മുടെ റെഫറൻസ് ടാൻജൻറ്റ്, ഇതാണ് ഒറിജിനൽ ബീം, ഇതാണ് ഡിഫ്ലക്റ്റഡ് ബീം. സോ അറ്റ് പോയിന്റ് ബി ഡിഫ്ലക്റ്റഡ് ബീം പൊസിഷനും ഒറിജിനൽ ബീം പൊസിഷനും ഒന്ന് തന്നെ. സോ അവിടുന്ന് ടാൻജൻറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ഡീവിയേഷൻ, അതായത് ഡിഫ്ലക്റ്റഡ് ബീമിൽ നിന്ന് ടാൻജൻറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ഡീവിയേഷൻ, ദാറ്റ് ഇസ് ഡീവിയേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. സി നോക്കുവാണെങ്കിൽ ഇതാണ് ഡിഫോംഡ് ഷേപ്പ്. സോ ഡീവിയേഷൻ ഓഫ് ബി വിത്ത് സി വിത്ത് റെസ്പെക്ട് ടു എ, അതാണ് ഇത്രയും. വാട്ട് ഇസ് ഡിഫ്ലക്റ്റൻസ്? ഡിഫ്ലക്റ്റൻസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒറിജിനൽ ബീം സെക്ഷൻ ആൻഡ് ടാൻജൻറ്റ്. സോ ഇതാണ് ഡിഫ്ലക്റ്റൻസ്.
ഇതാണ് ഡീവിയേഷൻസ് പോയിന്റ് സിയിലെ. നമുക്ക് വേണ്ടത് ഡിഫ്ലക്ഷൻ, അതായത് ഒറിജിനൽ ബീമും ഡിഫോംഡ് ബീമും തമ്മിലുള്ള ഡിഫറൻസ്. സോ വിൽ ഡു വൺ തിങ്, നമുക്ക് ഡീവിയേഷൻ ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു എയും ഡീവിയേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എയും മോർ തിയറത്തിൽ നിന്ന് കിട്ടും. M/A ഡയഗ്രാം വരച്ചിട്ട് ഏരിയ എടുത്ത് അതിൻ്റെ മൊമെന്റ് എടുത്താൽ മതി വിത്ത് റെസ്പെക്ട് ടു സി. അപ്പം ഡി ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു എയും ഡി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എയും കിട്ടും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വൈ ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. ആദ്യം ചെയ്യേണ്ടത് ഈ വൈക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ടേംസിൽ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ. കാരണം ഇത് രണ്ടും മോർ തിയറത്തിൽ നിന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ ഇത് കിട്ടാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ടേംസിൽ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. Deflectance of C with respect to A by E length, that is 15, is equal to deflectance of B with respect to A by E length, that is 10. We know that y of C with respect to A, that is this one, is equal to total deviation in the deflectance minus C. That is equal to dc of A minus E deflectance in dB terms 15 by 10 into dB with respect to A. So ഇവിടെ ഫിക്സഡ് ആക്കി ഞാൻ അസ്യൂം ചെയ്തു. അപ്പോൾ ഇവിടെ 60 kN, ഇവിടുത്തെ റിയാക്ഷൻ 90 kN ലോഡായിട്ട് ഞാനിപ്പോൾ അസ്യൂം ചെയ്യാണ്. എന്നിട്ട് ഞാൻ മുകളിലോട്ടുള്ള റിയാക്ഷൻ സാഗിങ് മൊമെൻറ്റിൻ്റെ ഒരു M/A ഡയഗ്രാം വരച്ചു, ഈ ഹോഗിങ് മൊമെൻറ്റിൻ്റെ ഒരു M/A ഡയഗ്രാം വരച്ചു. ദിസ് വിൽ ബി പോസിറ്റീവ് ആൻഡ് ദിസ് വിൽ ബി നെഗറ്റീവ് സിൻസ് ദിസ് ക്രിയേറ്റ്സ് സാഗിങ് ആൻഡ് ദിസ് ക്രിയേറ്റ്സ് ഹോഗിങ്. സോ deviation of C with respect to A is equal to moment of the area of the minimum diagram between A and C about C, that is equal to half into 900 by EI into 10 into 11.67 minus half into 900 by EI into 15 into 2/3 of 15, that is equal to minus 15,000 by EI. Then deviation of B with respect to A, that is area of the minimum diagram between A and B with respect to B, that is half into 900 into 10 into 2/3 of 10 minus ഇനി ഈ ട്രപ്പിസോയിഡിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു ഒരു ട്രയാങ്കിളായിട്ടും ഒരു റെക്റ്റാങ്കിളായിട്ടും, that is minus 300 into 1 by 10 into half into 10 minus half into 600 into 10 into 2/3 of 10, that is minus 5,000 by EI. So deviation of C with respect to A കിട്ടി, deviation of B with respect to A കിട്ടി. Now deflection of C with respect to A is equal to, substitute the value of deviation of C and B, you will get 7,500 by EI kilonewton meter. So substitute the unit and values of EI, you will get the required deflection at the point C. So മൊമെൻ്റേരിയ തിയറം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഫിക്സഡ് അല്ലാത്ത ഏതൊരു ബീം വരുമ്പോഴും ഏതെങ്കിലും ഒരു പോയിന്റിനെ എടുത്ത് റെഫറൻസ് പോയിന്റായി കൺവേർട്ട് ചെയ്യുക. ആ റെഫറൻസ് പോയിന്റിൽ ഒരു ഫിക്സഡ് എൻഡ് അസ്യൂം ചെയ്യുക. ആ ഫിക്സഡ് എൻഡ് അസ്യൂം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഡിഫ്ലക്റ്റൻസ് ഷേപ്പ് ഒന്ന് വരച്ചു നോക്കുക. എന്നിട്ട് ഡീവിയേഷൻ ആണോ ഡിഫ്ലക്റ്റൻസ് ആണോ അതോ ഡിഫ്ലക്ഷൻ ആണോ നമുക്ക് ആക്ച്വലി വേണ്ടത് നോക്കുക. അതിനനുസരിച്ചിട്ട് സിമിലർ ട്രയാങ്കിൾസ് തിയറം വഴി ഇപ്പോൾ ഡിഫ്ലക്ഷൻ ആണ് വേണ്ടതെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡീവിയേഷൻ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. കാരണം ഡീവിയേഷൻ ആണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡീവിയേഷൻ ടേംസ് ഒരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുക, സോൾവ് ദി ഇക്വേഷൻ, യു ഗെറ്റ് ദി ആൻസർ.